നാട് ഓടുമ്പോൾ നടുവോടണ്ടേ. അപ്പോൾ ഇന്ന് എന്തായാലും ഗെറ്റ് റെഡി മീ വിത്ത് ബാത്റൂമിൽ കുളിക്കൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞെട്ടിയിരിക്കണായിരിക്കും, ബാത്റൂമിൽ കുളിച്ച് കാണിക്കാനായിരുന്നു ഫോണത്. അതല്ല വേൻ, ഇത് നമ്മളൊന്ന് കുളിക്കാൻ വേണ്ടി നമ്മൾ തേച്ചരച്ച് കുളിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ എല്ലാ രീതിയിലും സമയമൊക്കെ എടുത്ത് പ്രിപ്പയറൊക്കെ ചെയ്ത് കുളിക്കുന്നതാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ഉപ്റ്റാൻ്റെ ഗുഡ് വൈബ്സിൻ്റെ ഫേസ് മാസ്കാണ് ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് തലയിൽ മുടിയൊക്കെ നല്ല ചകചകാന്ന് കറുകറുത്ത മുടികൾ ജോജോബ ഓയിലൊക്കെ തേച്ച് എണ്ണയൊക്കെ തേച്ച് ഇരിക്കണേണ്. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഫുഡ് സോൾട്ടാണ് ഇത് കാലിൽ ചൂടുവെള്ളത്തിലിട്ട് വെക്കൂലേ, ഉപ്പ്, അതാണ്. അത് ചൂടുവെള്ളം പിടിച്ച് വെച്ച് അത് ഇട്ടിട്ട് കാലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. അപ്പം ഇന്നത്തെ കുളി ഒരു കുശാല് കുളി ആയിക്കോട്ടെ. എന്തായാലും ഒരാഴ്ച കൂടുമ്പോഴാണ് ഞാനിങ്ങനെ കുളിക്കാറ്, ഇങ്ങനെ തേച്ചരച്ച് കുളിക്കാറുണ്ട്, പക്ഷെ ഇങ്ങനെ കുളിക്കാറ്. അപ്പം ഇങ്ങനത്തെ കുശാല് കുളിയാണേ. അപ്പോൾ കാലൊക്കെ നല്ല റിലാക്സേഷനൊക്കെ കിട്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഈ എണ്ണയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഷിക്കായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൊടിയാണ്. എൻ്റെ തലയിൽ നിറച്ച് ഡാൻഡ്രഫിൻ്റെ ഒരു ഇതാണ്, വിളയാട്ടമാണ് ഗൈസ്, വിളയാട്ടം. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാൻ തേക്കും. അപ്പോൾ കുറച്ച് ശമനം കിട്ടും, കുറച്ച് ചൊറിച്ചിലിന് ശമനം കിട്ടും. അപ്പോൾ ചൊറിച്ചിലുള്ള ആൾക്കാർ ഷിക്കായി മേടിച്ച് തേച്ചോ, നിങ്ങളുടെ ചൊറിയൊക്കെ മാറിക്കോളൂ കേട്ടോ. ഇത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയൊക്കെ തേച്ച് പിടിപ്പിച്ച് നമ്മളിങ്ങനെ വെക്കുക. ഈ കോഴിക്ക് അരപ്പും മസാല ഒക്കെ തേച്ച് പിടിപ്പിക്കില്ലേ, ഭ്രാന്ത് പിടിക്കും നിങ്ങൾക്ക്, ഈ ഡാൻഡ്രഫുള്ള ആൾക്കാരുടെ അവസ്ഥ. അപ്പം എല്ലാം സെറ്റായി. ഇനി നമ്മൾ കുളിച്ചാൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തല നന്നായിട്ട് മസാജ് ചെയ്യണേ. മുടിയൊക്കെ വളരണ്ടേ ഗൈസ്, വളരണ്ടേ. ഇങ്ങനെയൊക്കെ മൊട്ടേച്ചായിട്ട് തിന്നാൽ മതിയാ. അപ്പം നമുക്ക് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ തലയിൽ ഇപ്പം ആ ഷിക്കായുടെ ഈ സംഭവം ഫേസ് മാസ്കും കൂടി ചേർന്നിട്ട് ഡോണട്ട് ചോക്ലേറ്റിൽ മുക്കിയ പോലെ ഇരിപ്പുണ്ട്. കറക്റ്റ് അതേപോലെ തന്നെ ഇരിക്കണുള്ളതെന്ന് നോക്കി. അപ്പം നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഈ കപ്പൊക്കെ കഴുകി വയ്ക്കണേണ് കാര്യം. ഇതൊക്കെ നമ്മൾ കുളിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ വൃത്തിയായെങ്കിൽ നമ്മുടെ ബാത്റൂം വൃത്തികേടാവും കേട്ടോ. അപ്പോൾ അതിൽ ലാസ്റ്റ് നിങ്ങൾ വൃത്തിയാൻ ശ്രമിക്കാം. ഒരാൾ ബാത്റൂമിൽ നിന്ന് കുളിച്ചിറങ്ങി കഴിഞ്ഞാൽ ആ ബാത്റൂം വൈപ്പ് ചെയ്ത് വൃത്തിയാക്കിയിട്ടിട്ട് വേണം അടുത്ത ആൾക്ക് കയറി വരുമ്പോൾ ഒരു സന്തോഷം തോന്നണ്ടേ. അല്ലെങ്കിൽ കയറി വരുമ്പോൾ തന്നെ തനിക്ക് ഭ്രാന്ത് പിടിക്കും. അത് വരുത്തരുത് പ്ലീസ്. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തടി വെച്ച് എങ്ങനെയാണ് സിറാജ് പോണേന്ന് എല്ലാവരും ചോദിക്കാറുണ്ടെങ്കിലും ഞാനത് കാര്യമാക്കാറില്ല. കാരണം അതെൻ്റെ ഹോർമോൺസിൻ്റെ പ്രശ്നമാണ്, എൻ്റെ പ്രശ്നമല്ല. കണ്ടോ എക്സ്പ്രഷൻ ഇട്ടങ്ങൾ. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ. കണ്ട പുകയുള്ള മഴ. അപ്പോൾ കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ മെന്നിൻ്റെ സംഭവമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് മെന്നിൻ്റെ സ്മെല്ലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, സ്ട്രോങ് സ്മെല്ല്. അപ്പോൾ ബാത്ത് ആൻഡ് ബോഡിയുടെ സംഭവമാണത്. പിന്നെ ന്യൂട്രോജൻ്റെ ഒരു ഫേസ് വാഷ്, പിന്നെ ക്യാൻഡൂൻ്റെ ഷാമ്പു, അതിൻ്റെ തന്നെ കണ്ടീഷണറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് ശേഷം ഞാൻ അതിൻ്റെ തന്നെ ബോഡി ക്രീമുണ്ട്, ഇത് ബാത്ത് ആൻഡ് ബോഡിയിൽ നിന്ന് മേടിച്ചത് കേട്ടോ. പിന്നെ ബാത്ത് ആൻഡ് ബോഡിയിൽ നിന്ന് മേടിച്ച ആ സോൾട്ടിൻ്റെ തന്നെ ഫുഡ് മറ്റേ ക്രീമുണ്ട്, അതൊക്കെ തേച്ച് വെച്ച് കുളിച്ച് ഞാൻ സെറ്റായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇനി പുറത്ത് പോകാൻ പോണെയാണ്. അപ്പം ഇനി കാണുന്നവരിക്കും ബൈ ബൈ, സീ യു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി അടുത്ത ഗെറ്റ് റെഡി വിത്ത് മീ